ഹായ് അസ്സാം വലൈക്കും. ഞാനിന്ന് ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വീഡിയോ എന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തു. രണ്ടും ഒരേ കാര്യങ്ങളാണ് കേട്ടോ. രണ്ട് പെൺകുട്ടികൾ രണ്ടും ഒരേ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന ആളുകൾ 3 തരം കാറ്റഗറീസാണ്. അതായത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളെ വീഡിയോസ് കാണുന്നത് ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിരിക്കും. അപ്പോൾ അവർ കാണുന്ന സമയത്ത് അവർ നമുക്ക് ലൈക്ക് ഇടും, കമൻറ്റ് ചെയ്യും, നല്ല സപ്പോർട്ട് ചെയ്യും. ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. നമുക്കതിങ്ങനെ വായിക്കും. നമ്മളെന്തായാലും ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നമ്മൾ ആ സമയം മുതൽ എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ്, ആരൊക്കെ കമൻറ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മളത് ശ്രദ്ധിക്കും, നമ്മളത് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് കാണുന്ന നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കാണുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു ലൈക്കോ ഒരു കമൻറ്റോ അവരാരും തരുന്നില്ല. അത് വല്ലാത്തൊരു സംഭവം അല്ലേ. കാരണം നമ്മളത്രയും പരിചയമുള്ള വ്യക്തികൾ നമുക്കൊരു ലൈക്ക് തരാതെ ഒരു കമൻറ്റ് പോലും പറയാതെ പോകാമെന്ന് വെച്ചാൽ ശരിക്കും വല്ലാണ്ടൊരു വിഷമം ഉണ്ടാക്കും. ആ കുട്ടികൾ പറഞ്ഞാൽ ശരിയാണ്, എനിക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ, നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ നമുക്ക് ലൈക്ക് തരാം, നല്ല കമൻസ് തരാം, പിന്നെ നമ്മുടെ PMലൊക്കെ വന്നിട്ട് നല്ല അപ്രിസിയേഷനൊക്കെ തരാം അല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. കാരണം നമ്മൾ എന്താ പറയുക, ശരിക്കും ലൈക്കും കമൻറ്റൊക്കെ കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം തോന്നി. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണം. ലൈക്ക് ആൻഡ് കമൻറ്റ് ഡോണ്ട് ഡിഫൈൻ യുവർ വാല്യൂ. അതായത് ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ നമ്മളെ വാല്യൂ തീരുമാനിക്കുന്നില്ല. ശരിക്കും എന്താ പറയുക, നമ്മളെ സപ്പോർട്ട്, അതായത് നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ, നമ്മളറിയുന്ന ആളുകൾ, അവരെ നമ്മളെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ശരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളെ റിയൽ ലൈഫിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാം, അണ്ടർസ്റ്റാൻഡിങ്, സപ്പോർട്ട്, അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ കമ്പയർ ചെയ്തിട്ട് നമ്മളതിനെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവാം. അതായത് മീനിങ് റിലേഷൻഷിപ്പിൽ നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്തല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നിയത്. ശാബ്.